ജില്ലയിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. പുഴയ്ക്കൽ ശോഭ സിറ്റി റെസിഡൻസ് പരിസരത്തും ഗുരുവായൂർ അമ്പല പരിസരത്തുമാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ദുരന്ത സാഹചര്യങ്ങളിൽ തീപിടുത്തം നിയന്ത്രണം വിധേയമാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുടെ ഏകോപനം, പ്രശ്നബാധിത കെട്ടിടങ്ങളിലും പ്രദേശങ്ങളിലും ആവശ്യമായ തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, തകർന്ന കെട്ടിടങ്ങളിൽ നിന്നും പരിക്കേറ്റവരെ ഒഴിപ്പിക്കാനാവശ്യമായ സാധന സംവിധാനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തൽ, വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കൽ, കൂടുതൽ ആളുകൾക്ക് അപകടം നടന്നാൽ സംഭവസ്ഥലത്ത് തന്നെ താൽക്കാലിക ആശുപത്രി സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കൽ, പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാൻ സുരക്ഷിത സ്ഥാനങ്ങൾ, പാതകൾ, അറിയിപ്പ് സംവിധാനങ്ങൾ തുടങ്ങിയവയെ പരിചയപ്പെടുത്തൽ എന്നിവയാണ് പുഴയ്ക്കൽ ശോഭ സിറ്റി റെസിഡൻസ് പരിസരത്ത് നടത്തിയ മോക്ക് ഡ്രില്ലിൽ അവതരിപ്പിച്ചത്. സ്ഫോടനം പോലെയുണ്ടാകുന്ന അപകടങ്ങളിലെ രക്ഷാപ്രവർത്തനവും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതുമായിരുന്നു ഗുരുവായൂർ അമ്പല പരിസരത്ത് മോക്ക് ഡ്രില്ലായി അവതരിപ്പിച്ചത്. അപകടമുണ്ടാകുമ്പോൾ റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ്, അഗ്നിരക്ഷാസേന, പോലീസ്, ആരോഗ്യവകുപ്പ് എന്നിവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളും മോക്ക് ഡ്രില്ലിലൂടെ അവതരിപ്പിച്ചു. ശോഭ സിറ്റി റെസിഡൻസ് പരിസരത്ത് നടത്തിയ മോക്ക് ഡ്രില്ലിൽ സബ് കളക്ടർ അഖിൽ വി മേനോൻ സന്ദർശനം നടത്തി. പുഞ്ച സ്പെഷ്യൽ ഓഫീസർ പ്രാൺ സിംഗ്, ജില്ലാ ഫയർ സ്റ്റേഷൻ ഓഫീസർ വിജയ് കൃഷ്ണ, അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ ബി ഹരികുമാർ, NDRF ടീം കമാൻഡർ അലോക് കുമാർ ശുക്ല, 23 കേരള ബറ്റാലിയൻ GCI പ്രസന്ന KR, ഡെപ്യൂട്ടി തഹസിൽദാർ PD ഷാജു, തോളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സൂപ്രണ്ട് ഡോക്ടർ ജോബ്, വിയൂർ CI മിഥുൻ, ദുരന്ത നിവാരണ വകുപ്പ്, ഫയർഫോഴ്സ്, പോലീസ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ, NCC കേഡറ്റ്, ശോഭ സിറ്റി റെസിഡൻസ് അസോസിയേഷൻ മെമ്പർമാർ, അന്തേവാസികൾ എന്നിവർ മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്തു. ഗുരുവായൂർ അമ്പല പരിസരത്ത് നടത്തിയ മോക്ക് ഡ്രില്ലിൽ ഡെപ്യൂട്ടി തഹസിൽദാർ K സന്തോഷ്, ചാവക്കാട് തഹസിൽദാർ MK കിഷോർ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഗുരുവായൂർ വില്ലേജ് ഓഫീസർ KA അനിൽകുമാർ, റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് ഓഫീസർ SR മഹേഷ്, ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ കൃഷ്ണ സാഗർ, ഗുരുവായൂർ ടെമ്പിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് G അജയകുമാർ, ചാവക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ് കുമാർ, വടക്കേക്കാട് ബ്ലോക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ നീത, ദേവസ്വം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ, ടെമ്പിൾ പോലീസ് ഉദ്യോഗസ്ഥർ, സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ, NCC കേഡറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ മോക്ക് എക്സർസൈസിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ വൈകുന്നേരം 4 മണിക്കും 4:30ക്കും ഇടയിലായി പൊതുജനങ്ങൾക്കായി അലർട്ട് വാർണിംഗ് നൽകി.